പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് സമയത്തെ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമുക്ക് കൃത്യം 3:30 നമ്മുടെ അധ്യാപക പ്രകടനമാണ്. കേരളത്തിലെ 10,000-ലധികം വരുന്ന അധ്യാപകർ പ്രകടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. ആ പ്രകടനം നമുക്ക് 3:30 പ്രകടനാനന്തരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ശ്രീ സന്ദീപ് രാജൻ പങ്കെടുക്കുന്ന വിവരവും കൂടി ഞാനിതാണ്. അതോടൊപ്പം വനിതാ സമ്മേളനം നടക്കുന്നതിന്റെ ഇടയിൽ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP അവർക്ക് വരുന്നു. അദ്ദേഹം മഞ്ചേരിക്ക് മലയോര ജാഥ ആണ് അതിന് കാരണം. പ്രിയപ്പെട്ട പ്രിയങ്കരിയായ ഷാനിമോൾ ഉസ്മാൻ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം, മുൻ MLA, പ്രമുഖ വാഗ്മിയായ ഷാനിമോൾ ഉസ്മാൻ അവരുടെ ജോലിയുണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ, സംസ്കൃതത്തെ കുറിച്ച് പറയുമ്പോൾ നേരായ വഴിയെ അവർ അമ്മയെ കൊന്ന തൊഴിലാളി പലരോട് ഇറങ്ങിയപ്പോ പലരോടിന്റെ വ്യവസ്ഥകൾ മുഴുവൻ തെളിയിച്ചുകൊണ്ട് ഇതൊക്കെ നീലഗിരി മലകളും പടിഞ്ഞാറ് അറബിക്കടലും അതിരായുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ മലനിരകൾക്കൊപ്പമുള്ള സവിശേഷമായ പ്രകൃതിയോടുകൂടിയ മലപ്പുറം മാമംഗത്തിന്റെ മലബാർ സമരത്തിന്റെ കാവുത്സവങ്ങളുടെ എഴുത്തച്ഛന്റെയും വള്ളത്തോളിന്റെയും ഒഴുകിന്റെയും ജന്മനാടായ മലപ്പുറം ആയുർവേദ പാരമ്പര്യത്തിന്റെ നാട്. ഈ നാട്ടിൽ KPSCയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് 10,000-ലധികം അധ്യാപകർ അണിനിരക്കുന്ന ഐതിഹാസികമായ കൂറ്റൻ പ്രകടനമാണ് മലപ്പുറത്തിന്റെ മണ്ണിനെ ഉൾപ്പുറമണിയിച്ചുകൊണ്ട് ഏതാനും മിനിറ്റുകൾക്കകം ആരംഭിക്കാൻ പോകുന്നത്. വളരെ കൂറ്റൻ പ്രകടനത്തിനാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറയാൻ മലയാളികൾക്ക് നാണക്കേടല്ലേ? ഇത്രയും നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ പിടിച്ചുകെട്ടിയ പ്രസ്ഥാനം അധ്യാപകരുടെ രക്ഷാമന്ത്രം സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. ജീവനക്കാരെ കൊള്ളയടിക്കാൻ, ജീവനക്കാരെ കൊള്ളയടിക്കാൻ, ജീവനക്കാരെ കബളിപ്പിക്കാൻ, ജീവനക്കാരെ കബളിപ്പിക്കാൻ ആയിരം അധ്യാപകരുടെ പോരാട്ടത്തിൻ അധികാരികളുടെ മുഖത്ത് നോക്കി കൈചൂടുന്നൊരു ശക്തി ഇത്, കൈചൂടുന്നൊരു ശക്തി ഇത്. കൈകളിലെന്തി മലപ്പുറത്തിൻ പെരുമാറിൽ അധ്യാപകരുടെ ശക്തി ഉണർന്ന്, അധ്യാപകരുടെ ശക്തി ഉണർന്ന് പൂവർണ്ണപ്പുഴ ഒഴുകുന്നേ, പൂവർണ്ണപ്പുഴ ഒഴുകുന്നേ. അവകാശത്തിൻ പോരാട്ടത്തിൽ, അവകാശത്തിൻ പോരാട്ടത്തിൽ
ഒരു മുന്നറിയിപ്പാണ്. തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്ത ഭരണാധികാരികൾക്കെതിരെ, തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്ത സർക്കാരിനെതിരെയുള്ള മുന്നറിയിപ്പ്. ഇത് കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ നൽകുന്ന മുന്നറിയിപ്പാണ്. ഈ അധ്യാപക പ്രവാഹം നൽകുന്ന മുന്നറിയിപ്പാണ്. കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന കേരളത്തിലെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ കർമ്മഭടന്മാർ അണിനിരക്കുന്ന അധ്യാപകരുടെ മഹാകൂട്ടം പ്രകടനമാണ് മലപ്പുറം നഗരത്തെ ഉൾപ്പുളകമണിയിച്ചുകൊണ്ട് ഈ വഴിപ്പാടുകൾ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. നിങ്ങളുള്ളവരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കേരളത്തിലെ 14,000 അധ്യാപക സമൂഹത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷയായ കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ അധ്യാപക പക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന APSCയുടെ കർമ്മഭടന്മാരാണ് മലപ്പുറത്തിന്റെ മണ്ണിനെ ഊപ്പുളകമണിയിച്ചുകൊണ്ട് ഒരു മഹാറാലിയായി സർക്കാരിനെതിരെയുള്ള മുന്നറിയിപ്പായി ഈ വഴിപ്പാടുകൾ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. അടിച്ചമർത്തപ്പെട്ട അധ്യാപക സമൂഹത്തിന്റെ രോഷം അധ്യാപക പ്രകടനമായി മഹാപ്രവാഹമായി ഇതാ പൊതുസമ്മേളന നഗരിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ ഫണ്ട് പോലും നൽകാതെ പ്രധാന അധ്യാപകരെ വട്ടമിറക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലാത്ത നിലപാടുകൾക്കെതിരെ വലിയ പദ്ധതി പുനഃസ്ഥാപിക്കാമെന്ന വാഗ്ദാനം നൽകി ജീവനക്കാരെയും അധികാരികളെ കൂട്ടാതെ
യൂണിയൻ അഭിവാദ്യങ്ങൾ സമ്മേളനത്തിന് ജീവനക്കാരുടെ അഭിവാദ്യങ്ങൾ മലപ്പുറത്തിന്റെ അഭിവാദ്യങ്ങൾ പോരാട്ടത്തിൻ നാളുകളിൽ ജീവനക്കാരുടെ അഭിവാദ്യങ്ങൾ
പോരാളികളുടെ പ്രസ്ഥാനത്തിന് മലപ്പുറത്തിന്റെ അഭിവാദ്യങ്ങൾ, ജീവനക്കാരുടെ അഭിവാദ്യങ്ങൾ. ഇന്നലത്തെ പോരാട്ടത്തിൽ ഒന്നായി നിന്നവരല്ലേ നമ്മൾ, ഒന്നായി നിന്നവരല്ലേ നമ്മൾ. നാളെ പോരാട്ടത്തിൽ മൂവർണ്ണക്കൊടി കൈകളിലേന്തു പോരാളികളല്ലേ നമ്മൾ. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ നേരുന്നു, അഭിവാദ്യങ്ങൾ നേർന്നിടുന്നു, അഭിവാദ്യങ്ങൾ നേർന്നിടുന്നു. അധികാരികളെ പിടിച്ചുകെട്ടിയ പ്രസ്ഥാനം, പിടിച്ചുകെട്ടിയ പ്രസ്ഥാനം. പോരാട്ടത്തിൽ അവകാശത്തിൻ പോരാട്ടത്തിൽ നിലപാടുള്ളൊരു പ്രസ്ഥാനം, നിലപാടുള്ളൊരു പ്രസ്ഥാനം, നിലപാടുള്ളൊരു പ്രസ്ഥാനം. കയ്യം കെട്ടി നോക്കിയിരിക്കും, കയ്യം കെട്ടി നോക്കിയിരിക്കും, നാണം കെട്ടൊരു ഭരണക്കാരെ, നാണം കെട്ടൊരു ഭരണക്കാരെ. നീതിക്കായി പോരാട്ടം, നീതിക്കായി പോരാട്ടം, നീതിക്കായി പോരാട്ടം, നീതിക്കായി പോരാട്ടം. APSDF ജിന്ദാബാദ്, APSDF ജിന്ദാബാദ്, APSDF ജിന്ദാബാദ്.
വാങ്ങുമ്പോൾ കഠിനാധ്വാനം ചെയ്യും ടീച്ചർ അധ്യാപകരുടെ അധികാരികളെ കൂട്ടാതെ ചൂണ്ടുന്ന ഒരു പ്രസ്ഥാനം നാണം കെട്ടൊരു ഭരണക്കാരെ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കാറ് വാങ്ങാൻ പണമുണ്ട്, കൊഴുത്തു കെട്ടാൻ പണമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പരിവാരവുമായി പോകാൻ പണമുണ്ട്. പോരാട്ടത്തിൻ വീര്യത്തെ Zindabad.
വഞ്ചുരനാട്ടും സർക്കാരെ വഞ്ചുരനാട്ടും സർക്കാരെ അപമാനിക്കും സർക്കാരെ അപമാനിക്കും സർക്കാരെ നൽകാൻ പണമില്ല നൽകാൻ പണമില്ല പോരാട്ടത്തിൻ വീര്യത്തിൽ പടുത്തുയർത്തിയ പ്രസ്ഥാനം അവകാശത്തിൻ കാര്യത്തിൽ ഇതൊക്കെ കണ്ടും കേട്ടിട്ടോ ആദ്യം ഇവിടെ ഇല്ലാത്ത വണ്ടിയൊന്നും അല്ലല്ലോ. അധ്യാപകരുടെ രക്ഷാമന്ത്രം കേരള ഭരണം കരാള ഭരണം ആയിരം
ആയിരം ആയിരം അധ്യാപകരുടെ പോരാട്ടത്തിൽ വീര്യത്തിൽ അടുത്തുയർത്തിയ പ്രസ്ഥാനം. അധ്യാപകരുടെ ആവേശത്തിൽ കേരള ഭരണം കരാള ഭരണം കേരള ഭരണം കരാള ഭരണം നാടിനാകെ ശാപം തന്നെ നാടിനാകെ ശാപം തന്നെ ഉച്ചഭക്ഷണം പണമില്ല സിന്ദാബാദ് സിന്ദാബാദ്. ശമ്പളം നൽകാൻ പണമില്ലത്രേ നാണക്കേടിനു നാണക്കേട് നാണക്കേടിൻ പര്യായം നാണക്കേടിൻ പര്യായം പിണറായിയുടെ സർക്കാര് പിണറായിയുടെ സർക്കാര് നൽകാനില്ല നികുതികൾ കുത്തനെ മുന്നോട്ട് ജനങ്ങളാകെ വലയുന്നേ ജനങ്ങളാകെ വലയുന്നേ പിണറായിക്കും കൂട്ടർക്കാം പിണറായിക്കും കൂട്ടർക്കാം ആയിരം ആയിരം ആചാര്യന്മാർ ആയിരം ആയിരം ആചാര്യന്മാർ ആയിരം ആയിരം ആചാര്യന്മാർ ജീവനക്കാരെ വഞ്ചിച്ച് എല്ലാം ശരിയാക്കി
സൂചനയാണ് പ്രതികരണം ഞങ്ങൾ ഘടിപ്പിക്കും. അതുല്യമായ ഒരു പ്രസ്ഥാനം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ കരുത്തു നൽകുന്ന പ്രസ്ഥാനം. പോരാട്ടത്തിൽ നിലപാടുള്ളൊരു പ്രസ്ഥാനം. അധ്യാപകരുടെ പ്രസ്ഥാനം. പോസ്റ്റൽ ബാലറ്റാണ്. ആ പോസ്റ്റൽ ബാലറ്റ് എണ്ണിയ സ്ഥലങ്ങളിൽ മുഴുവൻ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ പുറകോട്ട് പോയി എന്നുള്ളത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, അധ്യാപകരടക്കമുള്ള സർക്കാർ ജീവനക്കാർ പിണറായി വിജയൻ സർക്കാരിനെ പുറത്തു കളയാൻ വേണ്ടി, എടുത്ത് പുറത്ത് ചാടിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു സംശയവും വേണ്ട. 1.5 വർഷക്കാലം മാത്രമാണ് ഈ ഇടത് സർക്കാരിന് ആയുസ് ബാക്കിയുള്ളത്. ഇടത് സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ, അധ്യാപകരെ ഇത്രത്തോളം ദ്രോഹിച്ച മറ്റൊരു സർക്കാർ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ സർക്കാരിനെ പുറത്തു കളയാൻ കേരളത്തിലെ ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമെന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമെന്ന് പറയുന്നത് ലോകം തമാശയോടെ ഒരു കോമാളിയെ കാണുന്നത് പോലെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറയാൻ മലയാളികൾക്ക് നാണക്കേടല്ലേ? ഇത്രയും നിലവാരം കുറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെ അബദ്ധങ്ങളാണ് ഓരോ ദിവസം വിളിച്ചു പറഞ്ഞത്? ശിവൻകുട്ടിയുടെ തമാശകൾ, ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ ഡാമേജ് എത്രത്തോളം? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് 10ാം ക്ലാസും +2 കഴിഞ്ഞ കുട്ടികൾക്ക് അക്ഷരം എഴുതാൻ കഴിയില്ലെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയാണ്. ഒടുവിൽ അത് തിരുത്തേണ്ടി വരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയാണ്. അധ്യാപകർക്ക് മനസ്സമാധാനമായി ക്ലാസ് എടുക്കാൻ കഴിയാതെ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയാതെ, അവരെ പഠിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ സ്ട്രെസ്സിലാക്കി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ പോലും നൽകാൻ കഴിയാത്ത ഒരു സർക്കാരിന്, ആ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസ തകർച്ചയെ കുറിച്ച് പറയാൻ, എന്ത് നിലവാര തകർച്ചയെ കുറിച്ച് പറയാൻ എന്ത് അർഹതയുള്ളത്? നിയമസഭയ്ക്കകത്ത് കയറി ആ നിയമസഭാ സമ്മേളനം അലങ്കോലപ്പെടുത്തി സ്പീക്കർ ഡയസ് വരെ അടിച്ചു പൊളിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ നിലവാര തകർച്ചയെ കുറിച്ച്, വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയെ കുറിച്ച് പറയാൻ എന്ത് അർഹതയുള്ളത്? ഇതുപോലെ കൊമേഡിയനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരു കാലത്ത് കേരളത്തിലെ പ്രശസ്തമായ കോളേജുകളിൽ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി MLA-മാരുടെയും MP-മാരുടെയും ഒരു റെക്കമെൻഡേഷന് വേണ്ടി രക്ഷിതാക്കൾ ഓടി നടന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ, നിർണായക കോളേജുകളിലൊക്കെ, അതിപ്പോ തൃശ്ശൂരിലെ കേരളവർമ്മ ആയിക്കോട്ടെ, എറണാകുളത്തെ മഹാരാജാസ് ആയിക്കോട്ടെ, പാലക്കാട്ടെ വിക്ടോറിയ ആയിക്കോട്ടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിലൊക്കെ 60% സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുന്നു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 60% സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുന്നു. പഠിക്കാൻ കുട്ടികളില്ല.
കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലോ വിദേശ രാജ്യങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടനിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ പോകുന്നു. അതിന് കഴിയാത്ത കുട്ടികൾ ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും ഡൽഹിയിലും പോകുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഒരു സ്ഥലത്ത് ഒരു കോളേജിൽ പോലും പോയി പഠിക്കാൻ കേരളത്തിലെ കുട്ടികൾ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നില്ല. എന്തേ ഇങ്ങനെ സംഭവിച്ചു? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആരാണ് ഈ നിലവാര തകർച്ചയിലേക്ക് നയിച്ചത്? ഒരു കാലത്ത് വിശ്വപ്രസിദ്ധമായ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇതുപോലെ തകർത്തെറിഞ്ഞതാരാണ്? വിദ്യാഭ്യാസ രംഗത്ത്, അക്കാഡമിക് രംഗത്തും ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഇടത് യൂണിയനുകളും ഇടതുപക്ഷ രാഷ്ട്രീയവും തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ സമ്പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണം. ഇന്ന് 60% സീറ്റുകൾ വേക്കൻ്റായി കിടക്കും. ഒരു സംശയം വേണ്ട, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അഭിമുഖീകരിക്കുന്നത് ഇതേ പ്രശ്നങ്ങൾ തന്നെയല്ലേ? ഇന്ന് കുട്ടികൾക്ക്, ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ അന്യരാജ്യങ്ങളിലേക്ക് വിടാൻ രക്ഷിതാക്കൾക്ക് ഭയമായതുകൊണ്ടാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികളും പോകുമായിരുന്നു. പക്ഷെ ഇന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൈവിട്ടുകൊണ്ട് സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളായിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു വന്നവരാണ്. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അധ്യാപകരും സ്കൂളുകളും ഒക്കെ പെടാപ്പാടുപെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സ്കൂളുകളും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കോളേജുകൾ പോലെ കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അധ്യാപകർക്ക് ജോലിയില്ലാത്ത കാലമാണ് വരാൻ പോകുന്നത്. എന്റെ മകൻ തന്നെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് പലപ്പോഴും അവൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവന്റെ വിദ്യാഭ്യാസം സ്കൂളിൽ നിന്നല്ല, പലപ്പോഴും ഈ യൂട്യൂബിൽ നിന്ന്, അതല്ലെങ്കിൽ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് പഠിക്കുന്നത്. യൂറോപ്പിലെ പല ഭാഷകൾ സംസാരിക്കും, സ്പാനിഷ് ഭാഷയൊക്കെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കുന്നു. ഇതെല്ലാം കുട്ടികൾ സ്വയം സ്വായത്തമാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അധ്യാപകർ എന്ന സമൂഹം തന്നെ, അധ്യാപന വൃത്തി തന്നെ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുന്നു. ഒരു 5 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് അധ്യാപകരുടെ ആവശ്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യം വരുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. AI ടൂളുകൾ, AI ഉണ്ടാക്കുന്ന കൃത്രിമ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്തിലേക്കാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ AI പഠിപ്പിക്കുമ്പോൾ കുഴപ്പമെന്താ? പണ്ട് കാലത്ത് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, സ്വന്തം കുട്ടികളെ പോലെ നോക്കി വളർത്തുന്നു. എന്റെ അമ്മ, എനിക്കറിയാം, എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അധ്യാപിക കൂടിയായിരുന്നു എന്റെ അമ്മ. ഏറ്റവും കൂടുതൽ അടിച്ചിരുന്നത് എന്നെയാണ്. അപ്പൊ അവസാനം ഞാൻ കുറെ കാലം കഴിഞ്ഞ് അമ്മ ചോദിച്ചു, എന്തിനാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും എന്നെ ഇങ്ങനെ അടിച്ചത്? സ്കെയിലൊക്കെ പൊട്ടുന്നത് വരെ അടിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ജയശ്രീ ടീച്ചർ ഓടി വന്ന് എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പടി വാങ്ങിയില്ല. എന്തിനാണ് ടീച്ചറെ ആ കുട്ടി ഇങ്ങനെ അടിക്കുന്നത്? കുറെ കാലം കഴിഞ്ഞിട്ട് എന്റെ അമ്മ അതിന് ഉത്തരം എന്നോട് പറഞ്ഞു, ഞാനന്ന് നിന്നെ അടിച്ചിട്ടില്ലെങ്കിൽ മറ്റു കുട്ടികൾ കരുതും ടീച്ചറുടെ കുട്ടിക്ക് ടീച്ചർ സ്പെഷ്യലായിട്ട് പരിഗണന കൊടുക്കണം, പ്രത്യേക പരിഗണന കൊടുക്കണം, അതുകൊണ്ട് ഞാൻ നിന്നെ കൂടുതൽ അടിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്നതിന് വിഷമുണ്ടെന്ന് എന്റെ അമ്മ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നോട് പറഞ്ഞത്. നോക്കൂ, അങ്ങനെ സ്വന്തം മകന് 2 അടി അധികം കൊടുത്തിട്ടും മറ്റു കുട്ടികളോട് വാത്സല്യം കാണിച്ചിരുന്നത് അമ്മയായിരുന്നു എന്റെ. അങ്ങനെയുള്ള അമ്മമാരാണ് എല്ലാ ടീച്ചർമാരും. ആ മനസ്സാണ് എല്ലാ അധ്യാപകർക്കും ഉള്ളത്. സ്വന്തം കുട്ടികളെ പോലെ തന്നെ, അല്ലെങ്കിൽ സ്വന്തം കുട്ടികളെക്കാളും മുകളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു അധ്യാപക സമൂഹം, ആ അധ്യാപക സമൂഹത്തിന് പകരമാവാൻ ഒരിക്കലും സാങ്കേതിക വിദ്യക്ക് കഴിയില്ല എന്നുള്ളത് മാത്രമാണ് എന്നെ ആശ്വസിപ്പിക്കുന്നത്. കുട്ടികളെ സ്നേഹിക്കാൻ, അവരെ ചേർത്ത് പഠിക്കാൻ, അവരെ മുന്നോട്ട് നയിക്കാൻ, അവർക്ക് മാതൃകയാവാൻ തീർച്ചയായിട്ടും അത് അധ്യാപകർക്ക് മാത്രമേ കഴിയൂ. ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ വലുതല്ല ഒരു യന്ത്രത്തിന് മുന്നിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ മാറുന്ന കാലഘട്ടത്തിൽ അത് വളരെ അധികമാണ്. നിലവിലുള്ള സാഹചര്യങ്ങളോട് പടർത്തിക്കൊണ്ട് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളോട്, ആ നയങ്ങൾക്കെതിരായ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയിൽ ഒരു ഇഞ്ച് പോലും കുറവുണ്ടാകരുത്, അണുവിട പോലും കുറവുണ്ടാകരുത് എന്ന അഭ്യർത്ഥനയാണ് ഈ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ സമ്മേളനം നിങ്ങളുടെ സമ്മേളനമല്ല, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ ഈ അവസരത്തിന് ഞാൻ ഇതിന്റെ സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട്, സന്തോഷത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾ, കോൺഗ്രസിന്റെ പോഷക സംഘടനാ നേതാക്കന്മാർ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ മറ്റ് സർവീസ് സംഘടനാ നേതാക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കും.